രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സ്നേഹവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രത്യേക അജണ്ട വെച്ചാണ് ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്താണ് വഖഫ് ബിൽ അവതരണമെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് മെമ്പറും MSS സംസ്ഥാന ഉപാധ്യക്ഷനുമായ PV സൈനുദ്ദീൻ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെ രാജ്യത്തെ ജനങ്ങൾക്ക് അനുവദിച്ച മൗലിക അവകാശങ്ങൾക്ക് എതിരെയുള്ള കടന്നുകയറ്റമാണ് വഖഫ് ഭേദഗതി ബില്ലെന്നും ഇതിനെതിരെ മുസ്ലിം ലീഗ് നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്കൊപ്പം തങ്ങളുണ്ടെന്നും ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും MSS സംസ്ഥാന ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ P. മുഹമ്മദ് കോയയും പറഞ്ഞു. MSS സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ വെച്ചാണ് നേതാക്കൾ ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയായ മുസ്ലിം സർവീസ് സൊസൈറ്റി അവരുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരിക്കലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രശ്നമായിട്ടല്ല. ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെ ജനങ്ങൾക്ക് അനുവദിച്ച മൗലികാവകാശങ്ങൾക്ക് എതിരെയുള്ളൊരു കടന്നുകയറ്റമായിട്ടാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി ജീവിക്കാനുള്ള ഓരോ വിഭാഗത്തിൻ്റെയും അവകാശങ്ങൾക്കെതിരായിട്ട് വന്നിട്ടുള്ള ഈ നിയമനിർമ്മാണത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹമാണ്. ഇതെന്നും മുസ്ലിങ്ങൾക്കെതിരായിട്ടാണെങ്കിൽ നാളെ ഒരുപക്ഷെ അത് മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുവിഷയമായി എടുത്തുകൊണ്ട് ഇത് ജാതി മത വിഭാഗികൾക്ക് അതീതമായിക്കൊണ്ട് ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക്, ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ഇത് പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതാണ്. അതിന് എല്ലാവിധ സപ്പോർട്ടും മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രവർത്തനത്തിന്, ഈ പ്രതിരോധത്തിന് മുന്നിൽ നിൽക്കാൻ MSS സർവ്വസന്നദ്ധമായിരിക്കും. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം തൊട്ട് വിവിധ നിയമങ്ങളിലൂടെ സംരക്ഷിക്കപ്പെട്ട വഖഫ് വസ്തുക്കൾ ദുർബലമാക്കി ബലഹീനമാക്കുന്നതിന്, അതിന്റെ സംരക്ഷണത്തെ നിർജീവമാക്കുന്നതിനു വേണ്ടിയും പുതിയ ഫാസിസ്റ്റ് തന്ത്രം എന്ന നിലയ്ക്കാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിർദ്ദിഷ്ട ബില്ലെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് മെമ്പറും MSS സംസ്ഥാന ഉപാധ്യക്ഷനുമായ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ പറഞ്ഞു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം തൊട്ട് വിവിധ നിയമങ്ങളിലൂടെ ദുർബലമാക്കുന്നതിനും ബലഹീനമാക്കുന്നതിനും അതിൻ്റെ സംരക്ഷണത്തെ നിർജ്ജീവമാക്കുന്നതിനും വേണ്ടി പുതിയ ഒരു ഫാസിസ്റ്റ് തന്ത്രം എന്നുള്ള നിലക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിർദ്ദിഷ്ട വഖഫ് ബില്ല്, ആ ബില്ലിനെതിരായി ജനാധിപത്യ മതേതര സമൂഹം ഒന്നിച്ച് പ്രതികരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബില്ലിൽ ഭരണഘടനാ വ്യവസ്ഥകളെ ദുർബലമാക്കുന്ന സംഗതി ഉണ്ട് എന്ന ഒറ്റക്കാരണം കൊണ്ട് തന്നെ ഒരുപാട് ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുകയാണ്. സ്വാഭാവികമായി വഖഫിൻ്റെ നിർവചനം, വഖഫിൻ്റെ രജിസ്ട്രേഷൻ, വഖഫ് ഡോക്യുമെൻ്റ് എക്സിക്യൂഷൻ, അതുപോലെ മറ്റു മതസ്ഥർ വഖഫ് നൽകുന്നത്, അതുപോലെ വഖഫ് ബോർഡിൻ്റെ രൂപീകരണം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രത്യേക അജണ്ട വെച്ച്, ഒരു പ്രത്യേക മൈൻഡ് സെറ്റോടുകൂടി ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. രാജ്യസഭയിലും ലോക്സഭയിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിദാനം ചെയ്ത് ജയിച്ചു വന്ന മെമ്പർമാരൊക്കെ ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞ് ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം, ഇന്ത്യയിൽ ഇക്കാലമത്രയും വന്ന വഖഫ് നിയമവും വഖഫ് ഭേദഗതികളൊക്കെ കാലാനുസൃതമായി വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നത് നിലവിൽ വഖഫ് സ്വത്തിനെ ദുർബലമാക്കുന്ന നടപടി എന്ന് പറയുന്നത്, ഇപ്പം തന്നെ കഴിഞ്ഞ 10 കൊല്ലക്കാലത്ത് മോഡി ഭരണത്തിനിടയിൽ നമ്മുടെ മധുരയിൽ, കാശിയിൽ, വാരാണസിയിൽ, ഗ്യാൻവാപ്പിയിൽ, സംബലിൽ, അജ്മീറിൽ ഒരുപാട് മുസ്ലിം പള്ളികൾക്ക് നേരെ കയ്യേറ്റവും പുതിയ അവകാശവാദങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന പ്രബല മതന്യൂനപക്ഷങ്ങളുടെ മതപരമായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റം എന്നുള്ള നിലക്ക് രാജ്യത്തിലെ സമൂഹത്തിൻ്റെ ശക്തമായ പോരാട്ടത്തിൻ്റെ കൂടെ MSS നിലയുറപ്പിച്ച് ആ പ്രതിരോധത്തിൽ MSS കൂടി പങ്കാളിയാവുന്നു. തിരൂരിൽ വെച്ച് ചേർന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളും പോഷക സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. പ്രവർത്തന മണ്ഡലത്തിൽ 4.5 പതിറ്റാണ്ട് പിന്നിടുന്ന മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ 45ാം വാർഷികം വിപുലമായി കൊണ്ടാടുവാനും ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുവാനും യോഗം തീരുമാനിച്ചു. എഞ്ചിനീയർ P. മുഹമ്മദ് കോയ, സംസ്ഥാന ഭാരവാഹികളായ PV സൈനുദ്ദീൻ, KP ഫസലുദ്ദീൻ, അഡ്വക്കേറ്റ് PK അബൂബക്കർ, നജീർ, നിസാമുദ്ദീൻ, PM നാസർ തുടങ്ങിയ സംസ്ഥാന ഭാരവാഹികളാണ് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ന്യൂസ് 99 മലപ്പുറം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.